വിജേഷെ സർവേ ഫലമൊക്കെ വരുന്നു. ശശി തരൂർ മുഖ്യമന്ത്രിയാകുമെന്നൊക്കെ പറയുന്നു. നടപടിയാവുമോ? എപ്പോഴാ നടപടിയാകാൻ? ശശി തരൂർ ആദ്യം മത്സരിക്കണം. നിലവിലെ സാഹചര്യത്തിൽ ശശി തരൂർ MP ആയി നിൽക്കുന്നതുകൊണ്ട് ശശി തരൂരിൻ്റെ വായിലെ നാവ് കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടും കൂടി ശശി തരൂരിനെ യാതൊരു കാരണവശാലും കേരളത്തിൽ നിയമസഭയിലേക്ക് കോൺഗ്രസ് മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. ഈ സർവേ ഏതാണെന്ന് പറഞ്ഞില്ല. സർവേ പറയാം. സർവേ വോട്ട് വൈബ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ഏജൻസികളാണല്ലോ ചാനലുകൾക്ക് വേണ്ടിയും മറ്റ് പല സംഘടനകൾക്ക് വേണ്ടിയും ഒക്കെ സർവേ നടന്നത്. അങ്ങനെയുള്ള ഒരു ഏജൻസി അവർ പുറത്തുവിട്ട ഒരു സർവേ ഫലമാണ്. അതിൽ അവർ അടുത്തത് ആര് ഭരിക്കണം, അതായത് LDF ആണോ UDF ആണോ NDA മുന്നണിയാണോ, ആര് ഭരിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് നിന്ന് ആര് മുഖ്യമന്ത്രിയാകണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം. അതിൽ ശശി തരൂരിൻ്റെ പേരുണ്ട്, VD സതീശൻ്റെ പേരുണ്ട്, ചെന്നിത്തലയുണ്ട്, ഈ പറഞ്ഞ പോലെ AK ആന്റണി ഉണ്ട്, KC വേണുഗോപാലുണ്ട്. ഉണ്ട്. അയാൾ മറ്റേ നടക്കാൻ വയ്യെങ്കിലും അയാളുടെ പേരൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനെയും പിന്തുണയ്ക്കാൻ ആളുടെ പിന്നെ K സുധാകരനുണ്ട്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റുണ്ട്. ഇവരെക്കുറിച്ച് പഴയ KPCC പ്രസിഡന്റ് മുരളീധരനുണ്ട്. ഇവരെല്ലാവരും അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, പുള്ളിക്കാരൻ ഇപ്പൊ സൈലന്റാ. വിധി അല്ല, പുള്ളിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ച് 1-2 ബൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. മുല്ലപ്പള്ളി ആനന്ദ സ്വാമികളായിട്ട് ഇനി വരുമോ? അതറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സർവേ, ഇത്രയും ആൾക്കാരുടെ പേരൊക്കെ വെച്ചൊരു സർവേ നടത്തി. ആ സർവേയുടെ ഫലം പറയുന്നത് ശശി തരൂരിനെ മുഖ്യമന്ത്രിയായി കാണാൻ 28.3% ആളുകൾ ആഗ്രഹിക്കുന്നു. അത്രയും വോട്ട്, ഏറ്റവും ഭൂരിപക്ഷം ശശി തരൂരിനാണ് കോൺഗ്രസിനകത്ത്. അപ്പോൾ പിന്നെ വരുന്നത് VD സതീശനാണ്. VD സതീശന് 15.4 ഉള്ളൂ. ശശി തരൂരും VD സതീശനും തമ്മിൽ 13% വ്യത്യാസമുണ്ട്. അത്രയധികം ആളുകൾ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തലയാണ്. മേജർ രമേശ് ചെന്നിത്തല. മേജർ രമേശ് ചെന്നിത്തലയ്ക്ക് മേജർ ഒന്നുമില്ല, ഇവിടെ മൈനറായിട്ടാണ്. 8.2% മാത്രമേ ചെന്നിത്തലയ്ക്കുള്ളൂ. പിന്നെ ഉള്ളത് പിന്തുണയ്ക്കുന്ന മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ 6% ഉണ്ട്. K മുരളീധരന്. K സുധാകരന് 5% വോട്ടേ ഉള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും MP-യുമായ KC വേണുഗോപാലിന് 4.2%. പക്ഷേ ഇവിടെ ഇവരെല്ലാം അടിച്ചിട്ട് കോൺഗ്രസിന് എങ്ങാനും ഭരണം കിട്ടിയാൽ KC വേണുഗോപാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മേലെ നിന്ന് കെട്ടിയിറങ്ങാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ശശി തരൂരും ഉണ്ടാവില്ല, VD സതീശനും ഉണ്ടാവില്ല. ഇവരെല്ലാം കുപ്പായം മുന്നേതൊക്കെ വെറുതെ ആവാനുള്ള സാധ്യതയുണ്ട് ഭരണം കിട്ടിയാൽ. അല്ല, ഈ സർവേ ഫലം അനുസരിച്ച് അടുത്ത തവണ UDF അധികാരത്തിൽ വരുമെന്നാണോ? യെസ്, അതും കൂടെ പറഞ്ഞുതരാം. 4.2% ഇവർ, മുൻ മുഖ്യമന്ത്രി AK ആന്റണി 4%, നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് 2% മാത്രമേ ഉള്ളൂ. പിന്നെ അഭിപ്രായം പറയാനില്ല എന്ന് രേഖപ്പെടുത്തിയ ആളുകളുണ്ട് 27.1%. അതായത് എല്ലാ സർവേ ഫലങ്ങളെയും അട്ടിമറിക്കുന്നത് ഈ ഒരു വോട്ടാണ്, 27%. യെസ്, ഈ നിഷ്പക്ഷരാണ് എല്ലാ കാലഘട്ടങ്ങളിലും ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ഉറച്ച വോട്ടുകളല്ല ഒരു കാലത്തും ഒരു മുന്നണിയെ ഭരണത്തിലെത്തിക്കുന്നത്. പിന്നെ ഭാവി കേരളത്തിന്റെ വികസനത്തിന് ഏത് മുന്നണിയാണ് പിന്തുണയ്ക്കേണ്ടതെന്ന ചോദ്യത്തിന് UDF-നെയാണ് കൂടുതൽ പേർ പിന്തുണച്ചിട്ടുള്ളത്. 38.9% UDF-നെ അനുകൂലിച്ചു. LDF-ന് 27.8%, NDA-ക്ക് 23.1%. പിന്നെ മറ്റുള്ളവ എന്ന് പറയുന്ന 4.2% പേരുണ്ട്. പിന്തുണച്ചവരില് LDF-നും NDA-യും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ ചെറുതാണ്, 5%. അത്രേ ഉള്ളൂ. അതൊരു സൂചനയാണ്. പിന്നെ അതിൽ 4% ആൾക്കാർ ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു അഭിപ്രായമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇനി ഈ മണ്ടന്മാരായ കോൺഗ്രസ്സുകാർ ഈ സർവേ ഫലം കണ്ടിട്ട് അടുത്തത് നമുക്ക് ഭരണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവർ തുടങ്ങും ഞാൻ മുഖ്യമന്ത്രി. ഇന്നലെ K സുധാകരൻ്റെ ഒരു ബൈറ്റ് പോയതുണ്ട്, പാർട്ടി പറഞ്ഞ മുഖ്യമന്ത്രിയാകാൻ ഞാൻ തയ്യാർ. പാർട്ടി പറയണം. ഇങ്ങനൊരു ആരെങ്കിലും പോയി ചോദിച്ചോ നിങ്ങൾ മുഖ്യമന്ത്രിയാവോ? പാർട്ടി പറഞ്ഞ ഞാൻ മുഖ്യമന്ത്രിയാവാൻ തയ്യാറാണ്. ഇതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥിരമുള്ളൊരു കാര്യം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് പറയാം. ശശി തരൂർ മുഖ്യമന്ത്രി ആവില്ല എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം, ശശി തരൂരിനെ ഇവർ മത്സരിപ്പിക്കില്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഏത് സ്ഥാനത്തേക്കും ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു മികച്ച കാൻഡിഡേറ്റ് അത് ശശി തരൂരാണ്. അത് ദേശീയ തലത്തിലായാലും ശരി കേരളത്തിലായാലും ശരി ശശി തരൂരിനോളം കൃത്യമായിട്ട് നിലപാട്, കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളിൽ അയാൾക്കുള്ള വ്യക്തത, കൃത്യത, അത് കൃത്യമായിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പല ഘട്ടങ്ങളിൽ അത് കോൺഗ്രസിന് വിനിയാവുകയും ചെയ്തിട്ടുണ്ട്.
സ്വാഭാവികമായിട്ടും ശശി തരൂരിനെ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ സാധ്യതയില്ലല്ലോ. ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി മത്സര രംഗത്തേക്കില്ല, അതെ. പാർലമെന്റിലേക്കില്ല. ഇനി അത് ഉള്ളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന മോഹം വെച്ചിട്ടാണോ അത് പറഞ്ഞതെന്നറിയില്ല. എന്തായാലും ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് ചിലപ്പോൾ അടുത്ത തവണ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇപ്പൊ തവണ നെക്ക് ടു നെക്ക് മത്സരം നടന്ന സ്ഥലം. തരൂര് മത്സരിച്ചാലും ശരി, തരൂരില്ലാതെ മറ്റൊരാൾ മത്സരിച്ചാലും ശരി, അത് മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസിനെ കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതെ, ശക്തമായ മത്സരം നടന്ന സ്ഥലമാണ് തൃശ്ശൂരും തിരുവനന്തപുരം. അത് രണ്ടും BJP ഉറപ്പിച്ച മണ്ഡലങ്ങളായിരുന്നു. ചെറിയ ഇതിലാണ് ആ തീരദേശ മേഖല അവസാന നിമിഷം ശശി തരൂരിനോടൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് ശശി തരൂർ അവിടെ ജയിച്ചു പോകുന്നത്. പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇനി ഞാൻ മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ഞാൻ പാർലമെന്ററി ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ആ മോഹങ്ങളില്ല എന്ന് പറഞ്ഞു. പഠനവും ഗവേഷണ പ്രവർത്തനവും ഒക്കെ സാഹിത്യ രചന അതേപോലുള്ള മേഖലകളും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോഴും നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനിട്ടൊരു കുത്ത് ഒരു വഴിക്ക് കൊടുക്കുന്നുണ്ട്, അതിന് മറുപടിയായിട്ട് മറ്റവർ പറയുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ പോകും. അപ്പം ശശി തരൂർ കേന്ദ്രത്തിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ശശി തരൂരിൻ്റെ പല വാക്കുകളും മറ്റ് പാർട്ടികൾക്ക്, ദേശീയ തലത്തിലാണെങ്കിൽ BJPക്ക്, ഇവിടെ കേരളത്തിലാണെങ്കിൽ CPMന്, അവർക്ക് നല്ല രീതിയിൽ കോൺഗ്രസിനെ അടിക്കാൻ കിട്ടുന്ന ഒരു വടിയായിട്ടാണ് ശശി തരൂരിൻ്റെ പല വാക്കുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെതിരെ KPCCക്ക് വലിയ എതിർപ്പുണ്ട്. ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയോട് വളരെയധികം എതിർപ്പുള്ളൊരു സമയമാണിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ, ആരുടെ അടിയന്തര ആയാലും ശരി, ഈ ഒരു ഘട്ടത്തിൽ ശശി തരൂരിനെ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ തയ്യാറാവില്ല എന്ന് പറയാൻ എൻ്റെ അഭിപ്രായം എന്താ? നിങ്ങൾ പറയും. അതായത് ഈ പറയുന്ന പോലെ തരൂര് ഇവിടെ അനഭിമതനാണ്. അദ്ദേഹം പല കാര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ പിണറായി അനുകൂല നിലപാടുകൾ എടുത്തതിൻ്റെ പേരിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നിട്ടുള്ളത്. ദേശീയ തലത്തിൽ BJP അനുകൂല നിലപാടെടുക്കുന്നു, മറ്റു കാര്യങ്ങൾ. ഇതുകൂടാതെ ഇവർ തമ്മിൽ, അതായത് ഈ ചേരായികയുണ്ടല്ലോ, ഇവിടെ ശശി തരൂരിനെ വിമർശിക്കാത്ത നേതാക്കൾ ചുരുക്കമാണ്. ഈ പറയുന്ന അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് എത്ര പേരെ പിന്തുണച്ചത്? കേരളത്തിൽ നിന്നുള്ള ഒരാളെന്ന നിലയിൽ ഇവിടെ എന്തെങ്കിലും ഒരു തരത്തിലൊരു പിന്തുണ ഉണ്ടാകണമല്ലോ. ആരും പിന്തുണച്ചില്ല. അവര് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ഖാർഗെക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് അനുഭവം. ഏതാണ്ട് രാജ്യത്ത് എമ്പാട് ഏതാണ്ട് 1000 വോട്ട് മാത്രമേ ശശി തരൂരിന് കിട്ടിയുള്ളൂ. ഖാർഗെ എന്ന് പറയുന്നത്, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു മുഖച്ഛായ മാറ്റമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ശശി തരൂരായിരുന്നു. അതിപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോൺഗ്രസിൻ്റെ MPമാരെ, ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ MPമാരെ സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം ഒരു നിലപാടെടുത്താൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ പോലും ശശി തരൂരിനെ അംഗീകരിച്ചു പോയേനെ. പക്ഷെ അതുപോലും ഉണ്ടായില്ല. അപ്പോൾ അത്തരത്തിൽ ആ ഒരു പിന്തുണ പോലും കിട്ടാത്ത തരൂരിന് ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. സാധ്യത തീരെയില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് മറ്റൊരാളില്ലാത്തത് കൊണ്ട്, ഇപ്പോൾ മുരളീധരനെ നിർത്താമെന്ന് പോലും വിചാരിച്ചാൽ പോലും ജയസാധ്യത ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഭവിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം ശശി തരൂർ അവിടെ മത്സരിപ്പിക്കുന്നു. മറ്റൊരാളുണ്ടായിരുന്നെങ്കിൽ തരൂരിനെ ആ സീറ്റിൽ നിന്ന് വരെ പുറത്താക്കുക. അത്രയ്ക്ക് ദേഷ്യമുണ്ട് തരൂരിനോട് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തരൂരാകും എന്നുള്ള കാര്യത്തിൽ. ഉറപ്പായിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് 2 പേരായിരിക്കും ഉണ്ടാകും. ഒന്ന് VD സതീശനും, ഒന്ന് KC വേണുഗോപാലും. VD സതീശനെന്നായിരിക്കും അവസാന നിമിഷം വരെ കരുതുക. ചിലപ്പോൾ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ഉണ്ടായാൽ KC വേണുഗോപാൽ വന്നെന്നും ഇരിക്കാം. ഏതായാലും തരൂരിൻ്റെ കാര്യത്തിൽ നമുക്ക് തീർച്ചപ്പെടുത്താം ചെന്നിത്തല ഒരു തവണ ശ്രമിച്ചു നോക്കിയതാണ്, പരാജയപ്പെട്ടതാണ്. ഇനിയും ചെന്നിത്തല അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങില്ല. ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ. അതെ, ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ തന്നെയും പ്രതിപക്ഷ നേതാവ്. പക്ഷെ വേറൊരു കാര്യം ഉണ്ടാകത്തെ, VD സതീശൻ ചെന്നിത്തലയേക്കാൾ വളരെയധികം ജൂനിയറാണ്. അതെ, സീനിയോറിറ്റി പരിഗണിച്ചു കഴിഞ്ഞാൽ ചെന്നിത്തലയ്ക്ക് കൊടുക്കണം. അതെ, പക്ഷേ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എപ്പോഴും ആ മുന്നണിയെ നയിച്ച ഒരാളെന്ന നിലയിൽ ആദ്യ പരിഗണന കിട്ടുക പ്രതിപക്ഷ നേതാവിന് തന്നെയായിരിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇവരാരും അയാളുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് സമ്മതിക്കില്ല. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവസാന നിമിഷം വരെ നമ്മളൊരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കണം. ഈ പറയുന്ന പോലെ VD സതീശനെ മുൻനിർത്തി തന്നെ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് ജയിച്ചാലും ഒരു പക്ഷേ അവസാന നിമിഷം ഈ പറയുന്ന ചെന്നിത്തലയ്ക്കോ ഈ പറയുന്ന KC വേണുഗോപാലിനോ ഒക്കെ അവകാശവാദം ഉന്നയിക്കാം, സീനിയോറിറ്റി വെച്ചിട്ട്. നോക്കാം, ആദ്യം ഭരണം കിട്ടട്ടെ.